പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഒരു രാജാവ് തൻ്റെ മകൾക്കൊരു വരണം തേടുകയായിരുന്നു. തേടുമ്പോൾ ഒരു പരീക്ഷണമുണ്ട്. അതിനകത്ത് ജയിക്കണം. ജയിച്ചവന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കൂ. എല്ലാ യൗവനക്കാരും വന്നു, ഒരുപാട് രാജകുമാരന്മാർ വന്നു, ഒരുപാട് ആളുകൾ വന്നു. കൂട്ടത്തിൽ ഈ വിറക് വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ രാജാവ് പറഞ്ഞു, ഞാൻ കുറച്ച് വിത്ത് തരും. ഈ വിത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഏറ്റവും നല്ല പൂക്കൾ എനിക്ക് കൊണ്ടുതരണം. അങ്ങനെയുള്ള ഒരുത്തിന് മാത്രമേ എൻ്റെ മകളെ തരുവുള്ളൂ. അവരെല്ലാം സമ്മതിച്ചു, എല്ലാവരും സമ്മതിച്ചു. ആ വിത്ത് വാങ്ങിച്ചിട്ട് അവർ പോയി. അങ്ങനെ വിത്ത് കൊണ്ടുപോയി നട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ എല്ലാ രാജാക്കന്മാരും എല്ലാ രാജകുമാരന്മാരും അവരുടെ മക്കളെയും കൊണ്ട് പൂക്കളൊക്കെ എടുത്തിട്ട് വരികയാണ്. പൂക്കൾ, നല്ല പൂക്കളാണ്. രാജാക്കന്മാരും ഉണ്ട്, അവരുടെ മക്കളൊക്കെ ഉണ്ട്, രാജകുമാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ വിറകെട്ടുകാരനൊക്കെ ഉണ്ട്. പൂക്കളും കൊണ്ടുവരിക, ഭംഗിയുള്ള പൂക്കളും കൊണ്ടുവരിക, ഏറ്റവും മനോഹരമായ പൂക്കൾ കൊണ്ടുവരികയാണ്. അങ്ങനെ മനോഹരമായ ആ പൂക്കൾ കൊണ്ടുവന്ന് രാജാവിന് കൊടുത്തപ്പോൾ രാജാവ് പറഞ്ഞു, ഓ സൂപ്പർ, ഓരോരുത്തരെയും വിളിച്ചിട്ട് പറഞ്ഞു, സൂപ്പർ സൂപ്പർ, നല്ലതായിരിക്കുന്നെന്ന്, ഭംഗിയാണെന്നൊക്കെ രാജാവ് പറഞ്ഞു. ഒരു യൗവനക്കാരൻ വന്നിട്ട് പറഞ്ഞു, യജമാനെ ക്ഷമിക്കണം, ഞാനിതുകൊണ്ട് നട്ടു നോക്കി, പക്ഷേ ഒരു വിത്ത് പോലും മുളച്ചില്ല. അത് നല്ല വിത്തായിരുന്നു എന്ന് തോന്നുന്നില്ല എനിക്ക്. ആ വിത്ത് ഇതാ, എനിക്കൊന്നും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. അത്രയും പേരുടെ മുമ്പിൽ, അതൊരു വിറക് വീട്ടുകാരനായിരുന്നു, അത്രയും പേരുടെ മുമ്പിൽ രാജാവ് പറഞ്ഞു, മകനെ, നീ തന്നെയാണ് എൻ്റെ മകൾക്ക് പറ്റിയ ഭർത്താവ്. അപ്പോൾ മറ്റുള്ളവർക്ക് ചൂടായി, അതെന്ത് പരിപാടിയാണ് കാണിക്കുന്നേ, കാര്യം ഞങ്ങൾ ഏറ്റവും നല്ല പൂക്കൾ കൊണ്ടുവന്നില്ലയോ. അപ്പോൾ രാജാവ് പറഞ്ഞു, പ്രിയരെ, നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നരുത്, ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്ന വിത്തെല്ലാം വെട്ടി തിളച്ച വെള്ളത്തിനകത്ത് ഇട്ട് ഒന്നും കൂടെ തിളപ്പിച്ച് അത് ശരിക്കും തിളച്ച് വെന്ത വിത്ത ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ, ഒരിക്കലും മുളക്കില്ല. അത് ആ വിത്താണ്. എനിക്ക് വേണ്ടത് വിശ്വസ്തനായ ഒരുത്തനായിരുന്നു എൻ്റെ മകൾക്ക്, അതിന് എനിക്ക് കിട്ടി. ബൈബിൾ പറയുന്നത്, ഒരു മനുഷ്യനോട് കരുണയുള്ള അനേകരുണ്ട്, എന്നാൽ വിശ്വസ്തതയുള്ള മനുഷ്യൻ എത്രയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യത്തിലും, നമ്മളെ ഏൽപ്പിക്കുന്ന എന്ത് കാര്യത്തിലും നാം വിശ്വസ്തരായിരിക്കുക. ദൈവം നമ്മളെ നോക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.